ക്രിസ് ബെൻവ. റെസ്ലിംഗിന്റെ പഴയ ഫാൻസിന് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും ക്രിസ് ബെൻവ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മത്സരങ്ങൾ കാണാതെ നമ്മുടെ കുട്ടിക്കാലം പോയിട്ടേ ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും WWE കാണിക്കുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും കൊന്നുകളഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് ക്രിസ് ബെൻവ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം അത്രയ്ക്കും ദുഷ്ടനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നോ? സ്വന്തം മകനെ പോലും കൊല്ലാൻ കഴിയുന്നത്രയും ക്രൂരനായിരുന്നോ ക്രിസ് ബെൻവ? ക്രിസ് ബെൻവയുടെ ട്രാജഡിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അന്നത്തെ ദിവസം ക്രിസ് ബെൻവയുടെ വീട്ടിൽ വെച്ച് നടന്നത്, അതിനു മുൻപേ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ക്രിസ് ബെൻവയെ കുറിച്ച് അറിയാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. റെസിൽമേനിയ 40 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്റ്റേജിൽ വെച്ച് ഏറ്റവും വലിയ ചാമ്പ്യനായി മാറിയ കഥ. റെസിൽമേനിയ 30 നിങ്ങളിൽ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടായിരിക്കും. ഡാനിയൽ ബ്രയാന്റെ കഥ. കഷ്ടപ്പാടുകളിൽ നിന്നും വന്നിട്ട് ഡാനിയൽ ബ്രയാൻ വിജയിച്ച കഥ. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ കിടിലൻ കഥയായിരുന്നു റെസിൽമേനിയ 20 നടന്നിട്ടുണ്ടായിരുന്നത്. അത് ക്രിസ് ബെൻവയുടെ കഥയായിരുന്നു. ക്രിസ് ബെൻവ വേഴ്സസ് ഷോൺ മൈക്കിൾസ് വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് നടക്കുകയുണ്ടായി. അതിലൂടെ ക്രിസ് ബെൻവ വിജയിച്ചുകൊണ്ട് അദ്ദേഹം വേൾഡ് ചാമ്പ്യനായിട്ട് മാറുകയുണ്ടായി. അന്നത്തെ ആ ഒരു റെസിൽമേനിയ മാച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള എഡ്ഡി ഗെററോയും കൂടി വന്നുകൊണ്ട് ക്രിസ് ബെൻവയെ ആശംസിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. WWE സൂപ്പർ താരമായിട്ടുണ്ടായിരുന്ന ജോൺസിനെയും ബ്രോക്ക് ലെസ്നറെയും പോലും ടാപ്പ് ഔട്ടിലൂടെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ് ബെൻവ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് മുതിർന്നു? കനേഡിയൻ ക്രിപ്ലർ, അപകടകാരി എന്നെല്ലാം തന്നെയായിരുന്നു നമ്മുടെ ക്രിസ് ബെൻവയുടെ റിങ്ങിലെ പേര്. എല്ലാവർക്കും പേടിയായിരുന്നു അദ്ദേഹത്തോട് റിങ്ങിൽ നിന്നും മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഡൈനാമൈറ്റ് കിഡിന്റെ ഒരു വലിയ ഫാൻ തന്നെയായിരുന്നു ക്രിസ് ബെൻവ. കാണികൾക്ക് ഹരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു ക്രിസ് ബെൻവ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഡൈവിംഗ് ഹെഡ്ബെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവ് തന്നെയായിരുന്നു എല്ലാവരെയും പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാണികൾക്ക് ഹരമാകാൻ വേണ്ടിയിട്ട് വീണ്ടും 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 അദ്ദേഹം തുടർച്ചയായിട്ട് ആ ഒരു ഡൈവിംഗ് ഹെഡ്ബെട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ റിങ്ങിലെ കാര്യമാണ്. റിയൽ ലൈഫിൽ ക്രിസ് ബെൻവ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. പഴയ WWE റെസ്ലേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ അദ്ദേഹം വളരെയധികം പാവമാണ്. ഒരിക്കലും ഒരു ഭ്രാന്തനായ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ തോന്നത്തേയില്ല. ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ആരോടും സംസാരിക്കാതെ തൻ്റെ മകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, തൻ്റെ മകനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന, തൻ്റെ ഹമ്മർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുഴുവൻ മകൻ്റെ കളിപ്പാട്ടങ്ങൾ നിറച്ചിട്ടുള്ള ഒരു നല്ല അച്ഛൻ തന്നെയായിരുന്നു ക്രിസ് ബെൻവ. അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവർക്കും വളരെയധികം അതിശയമായിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും ഇഷ്ടമുള്ള മകനെ പോലും എങ്ങനെ ക്രിസ് ബെൻവയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി? ക്രിസ് ബെൻവയുടെ ഭാര്യയായിട്ടുള്ള നാൻസിയുമായിട്ട് ക്രിസ് ബെൻവയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഇത് ശരിക്കും WWE ഒരു സ്റ്റോറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. നാൻസിയുടെ ആദ്യ ഭർത്താവ് കെവിൻ സള്ളിവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലർ തന്നെയാണ്. എന്നാൽ കെവിൻ സള്ളിവനും ക്രിസ് ബെൻവയും തമ്മിൽ ഒരു ഫ്യൂഡ് ഉണ്ടായ സമയത്ത് നാൻസിയുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ WWE പ്ലാൻ ചെയ്യുകയുണ്ടായി. അതിൽ നാൻസിയെ വശീകരിച്ചെടുത്തുകൊണ്ട് ബെൻവ സ്വന്തമാക്കുന്ന രീതിയിലായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നത്. എന്നാൽ സ്റ്റോറി കാര്യമായി ബെൻവയും നാൻസിയും ശരിക്കും ഇഷ്ടത്തിലായി. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ പ്രണയവും വിവാഹവും നടന്നു എന്നുണ്ടെങ്കിലും ഏകദേശം 2003 കാലഘട്ടങ്ങളിൽ നാൻസി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെൻവ വളരെയധികം ദേഷ്യക്കാരനാണ്. എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം തന്നെ അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്നെല്ലാം തന്നെയായിരുന്നു. പക്ഷേ ഇതിന്റെ കാരണം റെസ്ലിംഗിൽ നിന്നും നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മത്സരങ്ങൾ ഉണ്ടാകാറുള്ളത്. ഓരോ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യണം, അവിടെ എല്ലാം തന്നെ പോയിട്ട് അദ്ദേഹം നന്നായിട്ട് മത്സരിക്കണം, നല്ല രീതിയിൽ കഷ്ടപ്പെടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രഷറും തൻ്റെ ആരോഗ്യവും നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് സ്റ്റിറോയിഡുകളും വേദന സംഹാരികളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നാൻസി ക്രിസ് ബെൻവയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് പിന്നീട് ലീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് നിർത്തണം എന്നുള്ളതാണ്. WWE ഡ്രഗ് ടെസ്റ്റിലൂടെ നിങ്ങളെ കണ്ടെത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നിർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. പണ്ട് WWE ഡ്രഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ റെസ്ലേഴ്സിന് അത് പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നന്നായിട്ട് മൂവുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രഗ് ടെസ്റ്റ് കബളിപ്പിച്ച് മുൻപോട്ട് പോയേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തോട് അടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് തന്നെ ആരൊക്കെയോ കൊല്ലാൻ വേണ്ടി വരുന്ന രീതിയിൽ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള പേടിയെല്ലാം തന്നെ തനിക്ക് വരുന്നുണ്ട് എന്ന്. ക്രിസ് ബെൻവയുടെ മരണത്തിന് ശേഷം ടെസ്റ്റോസ്റ്റെറോൺ ചെക്ക് ചെയ്തപ്പോൾ വളരെയധികം കൂടുതൽ അളവിൽ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടായിരുന്നു. ദേഷ്യം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. അതും കുറച്ചൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതിലും 10 മടങ്ങ് അധികമായിരുന്നു ടെസ്റ്റോസ്റ്റെറോൺ ക്രിസ് ബെൻവയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ മാധ്യമങ്ങൾ മുഴുവൻ റോയിഡ് റേജ് ആണ് ഈ ഒരു ക്രിസ് ബെൻവ ഇവരെ കൊല്ലാൻ വേണ്ടി കാരണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റെറോയിഡുകൾ കൂടുതൽ ഉപയോഗിച്ചത് കാരണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ
ഭാര്യയെയും മകനെയും കൊന്നു എന്ന്. പക്ഷെ അന്ന് നടന്നത് അതല്ല. അവരെ ദിവസങ്ങൾ വെച്ചിട്ടായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യ ദിവസം ഭാര്യയെ കൊന്നു, പിറ്റേ ദിവസം മകനെ കൊന്നു, അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. ക്രിസ് ബെൻവേയ്ക്ക് കഴുത്തിൽ ഒരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സർജറിക്ക് ശേഷം ഹൈഡ്രോക്ലോറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേദന സംഹാരി അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് വലിയൊരു പെയിൻ കില്ലറാണ്. ഈ ഒരു പെയിൻ കില്ലർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് വളരെയധികം ചേഞ്ചസ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നില്ല, ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നതിന് കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംഭവവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ കോ റെസ്ലറുമായിട്ടുണ്ടായിരുന്ന എഡ്ഡി ഗെറേറോ മരണപ്പെടുകയുണ്ടായി. ക്രിസ് ബെൻവേയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു അത്. ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിറോയിഡുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വേദന സംഹാരികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സുഹൃത്തും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എഡ്ഡി ഗെറേറോയുടെ മരണത്തിന് ശേഷം ക്രിസ് ബെൻവ ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് പഴയ റെസ്ലേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എഡ്ഡി ഗെറേറോ മാത്രമായിരുന്നില്ല മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്രിസ് ബെൻവ അദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിനുള്ളിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ മരണപ്പെടുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ബ്രയാൻ പിൽമാൻ, ഓവൻ ഹാർട്ട്, ഡേവ് ബോയ് സ്മിത്ത്, ബിഗ് ബോസ് മാൻ, മൈക്ക് ഓസം, ഇത്രയും പേർ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്ന് തന്നെയാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പഴയ റെസ്ലറായിട്ടുള്ള ക്രിസ്റ്റഫർ നോവിൻസ്കി ഇതുപോലെ തന്നെ വലിയൊരു ഇഞ്ചുറി വന്നതിന് ശേഷമായിരുന്നു റെസ്ലിംഗ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ക്രിസ് ബെൻവ മരണത്തിന് 6 മാസങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ആ പോയ സമയത്ത് എത്രത്തോളം കൺകഷൻസ് തനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എണ്ണാവുന്നതിലും അധികം കൺകഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുമായിരുന്നു ക്രിസ് ബെൻവ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്രിസ്റ്റഫർ നോവിൻസ്കി തന്നെ ക്രിസ് ബെൻവയുടെ മരണത്തിന് ശേഷം ബെൻവയുടെ തലച്ചോറെടുത്ത് ഒന്ന് പരിശോധിക്കണമെന്ന് ബെൻവയുടെ ഫാമിലിയോട് പറയുകയും അങ്ങനെ അത് അപ്രൂവ് ചെയ്യുകയും അങ്ങനെ അത് പരിശോധിച്ച സമയത്തായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്രിസ് ബെൻവയ്ക്ക് CTE എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രോണിക് ട്രോമാറ്റിക് എൻസെലോപ്പതി എന്ന രോഗമാണ്. ഈ രോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തുടർച്ചയായിട്ട് ഏൽക്കുന്ന ക്ഷതം കാരണമാണ് വരുന്നത്. ക്രിസ് ബെൻവയുടെ ഏറ്റവും ഫേമസ് മൂവ് ആയിട്ടുള്ള ഡൈവിംഗ് ഹെഡ്ബട്ട് തന്നെയായിരുന്നു ഇതിനെല്ലാം തന്നെ കാരണം. ക്രിസ് ബെൻവയുടെ തലച്ചോറ് ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 40 വയസ്സാണ് എന്നുണ്ടെങ്കിലും 85 വയസ്സുള്ള അൽഷിമേഴ്സ് രോഗിയെ പോലെയായിരുന്നു ക്രിസ് ബെൻവയുടെ തലച്ചോറ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓർമ്മക്കുറവുണ്ടാകും, വളരെയധികം ദേഷ്യം വരും, സംശയരോഗം വരും, ഡിപ്രഷൻ വരും. ഈ സംശയരോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ് ബെൻവയ്ക്ക് തോന്നലുണ്ടായിരുന്നു അദ്ദേഹത്തെ ആരൊക്കെയോ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ക്രിസ് ബെൻവയ്ക്ക് മാത്രമായിരുന്നില്ല ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയുന്ന ഒരുപാട് റെസ്ലേഴ്സിനും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. WWE പഴയ ലെജൻഡ് റെസ്ലർ ആയിട്ടുള്ള കേർട്ട് ആംഗിളിന്റെ ഇപ്പോഴത്തെ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ രോഗങ്ങൾ കാരണം വന്നിട്ടുള്ളതായിരുന്നു. 2000 വർഷത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന സമ്മർ സ്ലാമിൽ കേർട്ട് ആംഗിളിന്റെ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് മാച്ചിനിടയ്ക്ക് ബോധം നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ WWE അന്നത്തെ ഡോക്ടർമാരെല്ലാവരും കൂടി വന്നുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സുഖമായിട്ടുണ്ട്, അദ്ദേഹത്തിന് മത്സരം കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് പറയുകയും അദ്ദേഹത്തെ വീണ്ടും ആ ഒരു മത്സരത്തിലേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദി ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളതായിരുന്നു വിൻസ് മക്മാൻ അന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു കോൺക്രീറ്റ് ഫ്ലോറിൽ തലയിടിച്ചുകൊണ്ടായിരുന്നു കേർട്ട് ആംഗിളിന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പഴയ റെസ്ലറായിട്ടുള്ള ആൻഡ്രൂ ടെസ്റ്റ് 2009 33ാമത്തെ വയസ്സിൽ മരണപ്പെടുകയുണ്ടായി. മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റിനും CTE എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയുന്ന മിക് ഫോളി ഒരുപാട് കേജിന്റെ മുകളിൽ നിന്ന് ചാടുന്നതും ഹാർഡ് കോർ ആയിട്ടുള്ള മാച്ചുകൾ മത്സരിക്കുന്നതും നമ്മൾ നിരന്തരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പല്ല് വരെ മാച്ചുകളിൽ നിന്നും പോയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും ഭയാനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മിക് ഫോളിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ടുള്ള ഹാർഡ് കോർ മാച്ചുകൾ കാരണം അദ്ദേഹത്തിന്റെ മെമ്മറി ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പഴയ അദ്ദേഹത്തിന്റെ മാച്ചുകൾ വരെ ഓർമ്മയില്ല എന്നുള്ളതുമായിരുന്നു മിക് ഫോളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെയധികം വലിയ തലവേദനകൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതും അതിന് തന്റെ കൂടപ്പിറപ്പാണ് എന്നുള്ളതും മിക് ഫോളി തന്നെ പറയുകയുണ്ടായി. തലവേദന ഉള്ളത് മിക് ഫോളിക്ക് മാത്രമല്ല, ബ്രെറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്ലറിനും അത് ഉണ്ടായിരുന്നു. ഗോൾബർഗിനെതിരെ പണ്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഇഞ്ചുറി പറ്റുകയും അതിനുശേഷം ഇപ്പോഴും തനിക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ തലവേദനകൾ വരാറുണ്ട് എന്നുള്ളതുമായിരുന്നു ബ്രെറ്റ് ഹാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോൺസിന്റെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന RVDക്കും ഒരു മാച്ചിനിടയ്ക്ക് ഡബിൾ വ്യൂ കാണുകയുണ്ടായി, അതായത് മങ്ങിയ കാഴ്ച വരികയുണ്ടായി. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ റെസ്ലിംഗ് ഭയങ്കര സിനിമ പോലെയാണ്, സ്ക്രിപ്റ്റ് പോലെയാണ് എന്നുള്ളതെല്ലാം തന്നെ പറയുമ്പോഴും ഇത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി, നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും തന്നെ വരുന്നത്. ഇനി ക്രിസ് ബെൻവേയുടെ അവസാനത്തെ 3 ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 2007 ജൂൺ 22-ാം തീയതി വെള്ളിയാഴ്ച, അന്നായിരുന്നു ക്രിസ് ബെൻവ തന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന നാൻസിയെ കൊന്നിട്ടുണ്ടായിരുന്നത്. നാൻസിയെ വഴക്ക് പറഞ്ഞ് നാൻസിയോട് കച്ചറയുണ്ടാക്കി കൈയും കാലുകളും കെട്ടിക്കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ടായിരുന്നു നാൻസിയെ ക്രിസ് ബെൻവ കൊന്നിട്ടുണ്ടായിരുന്നത്. കൊന്നതിന് ശേഷം ഒരു ബൈബിൾ നാൻസിയുടെ മൃതദേഹത്തിനരികെ ക്രിസ് ബെൻവ വെക്കുകയുണ്ടായി. പക്ഷേ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ
വെള്ളിയാഴ്ച നാൻസിയെ കൊന്നതിന് ശേഷവും സാധാരണ പുറത്തേക്ക് പോകുന്നത് പോലെ ക്രിസ് ബെൻവ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, തന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത 2 ദിവസത്തേക്ക് തനിക്ക് റെസ്ലിംഗിൽ വരാൻ വേണ്ടി കഴിയില്ല, തന്റെ ഭാര്യയ്ക്കും മകനും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളതുമായിരുന്നു ക്രിസ് ബെൻവ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജൂൺ 23-ാം തീയതി ശനിയാഴ്ച ക്രിസ് ബെൻവ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ ഡാനിയൽ ബെൻവ, 7 വയസ്സ് മാത്രമുള്ള ആ ഒരു മകനെ മരുന്ന് നൽകി ശ്വാസം മുട്ടിച്ചായിരുന്നു ക്രിസ് ബെൻവ കൊന്നിട്ടുണ്ടായിരുന്നത്. ഡാനിയലിന്റെ മൃതദേഹത്തിനരികെയും ഒരു ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് അപ്പോൾ CTE എന്ന് പറഞ്ഞിട്ടുള്ള രോഗമായതുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് മിഥ്യ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന പോലും ഇല്ല എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്രിസ് ബെൻവ അത് കഴിഞ്ഞതിന് ശേഷം, ഡാനിയലിനെ കൊന്നതിന് ശേഷം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മരിച്ച കുട്ടികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴികളായിരുന്നു ക്രിസ് ബെൻവ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ രണ്ടുപേരെയും കൊന്നതിന് ശേഷം 24-ാം തീയതി പുലർച്ചെ ക്രിസ് ബെൻവ തന്റെ വീടിന്റെ അഡ്രസ്സും അതുപോലെ പൂളിനരികിലാണ് പട്ടികൾ ഉള്ളത്, വീട്ടിലെ പട്ടികൾ ഉള്ളത് എന്നുള്ളതും മെസ്സേജ് അയക്കുകയുണ്ടായി തന്റെ സഹപ്രവർത്തകർക്ക്. അതും കഴിഞ്ഞതിന് ശേഷം ക്രിസ് ബെൻവയെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതുകൊണ്ട് പിറ്റേ ദിവസമായിരുന്നു ക്രിസ് ബെൻവയുടെ സുഹൃത്തുക്കൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നതും പോലീസ് ക്രിസ് ബെൻവയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ പോയപ്പോഴായിരുന്നു ബേസ്മെന്റിലെ ജിമ്മിൽ വെയിറ്റ് എടുക്കുന്ന മെഷീനിൽ ക്രിസ് ബെൻവ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്രിസ് ബെൻവയും യാത്രയായി. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം റെസ്ലിംഗിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ് ബെൻവ മരിച്ചതിന് ശേഷം ഹെഡ് ഷോട്ടുകൾ തലയ്ക്ക് കൊടുക്കാൻ പാടില്ല, ചെയർ ഷോട്ടുകൾ തലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് WWE നിയമം കൊണ്ടുവന്നു. പൈൽ ഡ്രൈവർ പോലെയുള്ള മൂവുകൾ WWE നിന്നും ബാൻ ചെയ്യുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ തലച്ചോറിന് ഇമ്പാക്ട് ടെസ്റ്റിംഗും നടത്തുകയുണ്ടായി. റെസ്ലേഴ്സിന് ഇഞ്ചുറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷോ അവിടെ സ്റ്റോപ്പ് ചെയ്യാനും WWE തീരുമാനിച്ചു. പക്ഷേ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെ ക്രിസ് ബെൻവയെയും WWEയുടെ ഹിസ്റ്ററിയിൽ നിന്നും അവർ ഒഴിവാക്കുകയുണ്ടായി. തന്റെ ഭാര്യയെയും മകനെയും കൊന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ക്രിസ് ബെൻവയെ WWE ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു വിധത്തിൽ ആലോചിച്ചാൽ WWE തന്നെയല്ലേ ക്രിസ് ബെൻവയുടെ മരണത്തിനും അദ്ദേഹത്തിന്റെ ഈ കൊലപാതകത്തിനും പിന്നിൽ കാരണക്കാരൻ. പിന്നെ ഒരു കോൺസ്പിറസി തിയറി കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ് ബെൻവയെ ആരെങ്കിലും കൊന്നതാണ് എന്നാണ്. കാരണം ക്രിസ് ബെൻവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം മരണപ്പെട്ട സമയം നോക്കുമ്പോൾ ആ മരണപ്പെട്ടതിന് ശേഷമാണ് ക്രിസ് ബെൻവയുടെ ഫോണിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയായ നാൻസിയുടെ ഫോണിൽ നിന്നും സഹപ്രവർത്തകർക്ക് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും ക്രിസ് ബെൻവയുടെ മൊബൈൽ എടുത്തുകൊണ്ട് മെസ്സേജ് അയച്ചതായിരിക്കില്ലേ?